വേദപുസ്തകം ദൈവവചനമല്ല എന്ന് ഞാൻ നിർബന്ധമായി പറയുവാനുള്ള കാരണം എന്താണ്? അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം, വണക്കം, വെൽക്കം, നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വേദപുസ്തകം ദൈവവചനമല്ല എന്ന ശീർഷകത്തിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ചിലരെ ചിന്തിപ്പിക്കുകയും അനേരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു എന്നത് ഏവർക്കും ഓർമ്മയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഞാനതിനെപ്പറ്റി തുടർന്നും ചിന്തിക്കുകയുണ്ടായി. തൽഫലമായി അതിൽ ഉൾക്കൊള്ളിച്ച ആശയങ്ങൾ വേണ്ടതുപോലെ സ്പഷ്ടീകരിക്കുവാൻ, ക്ലാരിഫൈ ചെയ്യുവാൻ ആ വീഡിയോയിൽ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നത് ബോധ്യമാകുകയും അതുകൊണ്ട് തന്നെ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി അനുബന്ധമായി ഒരു വീഡിയോ കൂടെ ചെയ്യുകയും ചെയ്യണം എന്ന ഒരു വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ അടിസ്ഥാന പ്രമേയത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുന്നില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വേദപുസ്തകം ദൈവവചനമല്ല. എന്നാൽ ദൈവവചനമുണ്ടോ? ഉണ്ട്. എങ്കിൽ ദൈവവചനം എന്താണ്? ദൈവവചനം എന്ന ആശയത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ വിഷയത്തെപ്പറ്റിയുള്ള സ്പഷ്ടീകരണമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കാതെ പോയത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഈ സുപ്രധാനമായ ചിന്തയായിരിക്കും നമ്മുടെ കേന്ദ്ര ബിന്ദു എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. ദൈവവചനം എന്ത് എന്ന് മനുഷ്യർക്ക് ഈ ലോകത്തിൽ ഏതെങ്കിലും വിധത്തിൽ അറിയുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് അത് പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലാണ്. അവിടെ നാം എന്താണ് കാണുന്നത്? ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, ഉണ്ടായി. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അതിനുശേഷം പടിപടിയായി നടന്ന സൃഷ്ടിയുടെ പ്രക്രിയയിൽ ക്രിയ ചെയ്തത് ദൈവവചനമാണ്. ദൈവവചനമുണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ മനുഷ്യൻ്റെ വചനത്തിൽ നിന്ന് പ്രത്യേകതയുള്ളതാക്കുന്ന ഏറ്റവും ആധികാരികമായ സ്വഭാവം എന്നതിനെപ്പറ്റി നമുക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ ഞാനിതിന് മുൻപിൽ അവതരിപ്പിച്ച ആശയവും അതിനനുബന്ധമായ ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന ആശയങ്ങളും വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സ്പഷ്ടത പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ നിർബന്ധിക്കുന്നത് എന്ന് ഞാനിപ്പോൾ സൂചിപ്പിക്കട്ടെ. വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ ദൈവവചനമാണെന്നും അത് ദൈവം ഇങ്ങനെ പല വിധത്തിൽ എഴുതി രൂപപ്പെടുത്തി കൊടുത്തതാണെന്നും അതിൻ്റെ വള്ളിയും പുള്ളിയും കോമായും ഫുൾ സ്റ്റോപ്പും എല്ലാം ദൈവം അങ്ങനെ നിർബന്ധിച്ച് കൽപ്പിച്ചാക്കിയതാണ് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ മനുഷ്യൻ്റെ ചാപല്യത്തെ മാത്രം പ്രതിബിംബിക്കുന്ന ആശയം നമ്മുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് വേദപുസ്തകം വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. കാരണം അതിലുള്ള ഓരോ വാക്യങ്ങളും എടുത്ത് ഓരോരുത്തരും കാലാകാലങ്ങളിൽ അവരുടെ താല്പര്യങ്ങളനുസരിച്ച് ഓരോരുത്തർ അവരുടെ നിലപാടുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വേദപുസ്തകത്തെ മതിയാവോളവും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്രമാത്രം ഭിന്നതയും പിളർപ്പും അനൈക്യവും ഉണ്ടാകുവാൻ കാരണമായിട്ടുള്ള പല ഘടകങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും മുഖ്യമായത് വേദപുസ്തകം തന്നെയാണ്. അത് പരിഗണിച്ചെങ്കിലും നാം
പരമ്പരാഗതമായി വെച്ച് പുലർത്തിക്കൊണ്ടുവന്ന ഈ അടിസ്ഥാനരഹിതമായ സങ്കല്പത്തെ ഒന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യുക്തിസഹജമായി പുനഃപരിശോധിക്കാൻ ആളുകൾ മുൻപോട്ട് വരേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകമായി നിർബന്ധിതനായിത്തീരുന്നത്. അപ്പോൾ ദൈവവചനം എന്ന ആശയം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ദൈവവചനത്തിൻ്റെ ആധികാരികമായ സ്വഭാവം അത് ക്രിയ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. ദൈവം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്. ഇത് ഞാൻ മോശമായ ആശയത്തിലല്ല പറയുന്നത്, ഈ കപടഭക്തി എന്നുള്ള ആശയത്തിലല്ല പറയുന്നത്, പ്രാവർത്തികമായ ആശയത്തിൽ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരുത്തൻ പറയുന്നു, ഞാൻ ഒരു കാറ് വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു നിലം വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു കെട്ടിടം പണിയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ കെട്ടിടം ഉണ്ടാകുന്നില്ല. കെട്ടിടം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ കെട്ടിടം ഉണ്ടാകുകയില്ല. അപ്പോൾ പറഞ്ഞതുകൊണ്ട് ആ ഒരു പ്രവൃത്തി പൂർത്തിയാകുന്നില്ല. പറച്ചിൽ അപൂർണമാണ്. എന്നാൽ ആ പറച്ചിലിനെ പൂർത്തിയാക്കുവാൻ മനുഷ്യന് കഴിയും. അത് പ്രവൃത്തിയിൽ കൂടെയാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നതും പ്രവൃത്തിയിൽ കൂടെ പൂർത്തിയാകുന്നതും ഒന്നാണ്. പറയുന്നതാണ് പ്രവൃത്തി, പ്രവൃത്തിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആകാശവിധാനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ സാക്ഷീകരിക്കുന്നുവെന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി ദൈവത്തിൻ്റെ വാക്കുമാണ്, വചനമാണ്. അപ്പോൾ പക്ഷികളുണ്ടാകട്ടെ, മൃഗങ്ങളുണ്ടാകട്ടെ, ജലത്തിൽ വസിക്കുന്ന മത്സ്യ ആദികളുണ്ടാകട്ടെ, പറഞ്ഞു ഉണ്ടായി. പറഞ്ഞ ശേഷമാ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കിയേക്കാം എന്നല്ല. അപ്പോൾ ദൈവവചനം എന്ന് നാം എന്തിനെയെങ്കിലും വിശേഷിപ്പിക്കുകയോ ആ അർത്ഥത്തിൽ സ്വീകരിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അനിവാര്യവും ആധികാരികവുമായ സ്വഭാവം അത് പറയുന്നതും യാഥാർത്ഥ്യമായി തീരുന്നതും ഒരുപോലെ ആയിരിക്കണം. ഉദാഹരണമായിട്ട് യേശു പറയുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അത് പറയുമ്പോൾ അത് സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ യേശു പക്ഷപാത രോഗിയോട് പറയുന്നു, നിൻ്റെ കിടക്ക എടുത്ത് നടക്കാം. അത് ദൈവവചനം തന്നെയാണ്. കാരണം അത് പറയുമ്പോൾ അത് സംഭവിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒന്ന് പറയുന്നതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല, യാതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നാം വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പഠിച്ചിട്ട് അത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടെന്ന് നടന്നേ എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ അത് കാണാൻ പഠിച്ചിട്ട്, അപ്പോൾ രോഗിയെ കണ്ടു, നീ എഴുന്നേറ്റ് നടക്കാം എന്ന് നാം പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. കാരണം അത് നമ്മുടെ ഉള്ളിൽ ദൈവവചനമായി മാറിയിട്ടില്ല. എന്നാൽ അത് നമ്മുടെ ഉള്ളിൽ ദൈവവചനമായി മാറുവാനുള്ള സാധ്യതയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ സാധിക്കണമെങ്കിൽ നാം യേശുവിനെ പോലെ ആയിത്തീരണം എന്നതാണ് സുവിശേഷത്തിൽ കൂടെ നാം പ്രാപിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരാത്മീകമായ അറിവ്. എന്നാൽ എനിക്ക് ഏറ്റവും ഊന്നലോടുകൂടെ പറയാനുള്ള കാര്യം, വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപ്പെടുത്തലുകൾ ശരിയാണെങ്കിൽ, ആത്മീകമായ തത്വങ്ങൾ ഇപ്പോഴും പ്രസക്തമാണെങ്കിൽ, ഈ ഭൂമി മുഴുവനും ദൈവവചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
ആ ദൈവവചനം ഏതാണ്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകരുത്. നാം ഓരോരുത്തരുമാണ്. മനുഷ്യൻ മാത്രമാണ് ദൈവവചനം. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ അല്പം ഒന്ന് സൂചിപ്പിക്കട്ടെ. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അത് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആയിത്തീരുന്നു. അപ്പോൾ ശബ്ദവും അതിൻ്റെ ഇഫക്റ്റും ഒന്നായിത്തീരുന്നു. ആ അവസ്ഥയിൽ ആരൊക്കെ ചെന്നെത്തുന്നുവോ അവരൊക്കെയും ദൈവികമായ ദൈവവചനത്തിൻ്റെ ഇഹലോക ആവിഷ്കാരങ്ങളാണ്. ആ സാധ്യത പ്രകൃതിയിൽ മനുഷ്യനല്ലാതെ മറ്റൊന്നിനുമില്ല. അത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ പോകുകയാണ്. മറ്റുള്ള സൃഷ്ടികളെ താരതമ്യപ്പെടുത്തി നാം മനുഷ്യരെ ഒന്ന് പരിഗണിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നാം ഏവരും ഉൾപ്പെട്ടിരിക്കുന്ന മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനുള്ള പ്രത്യേകമായ ബോധതലങ്ങളാണ്, കോൺഷ്യസ്നെസ്. അതിൻ്റെ കാരണമായി വേദപുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവശ്വാസമാണ് എന്ന് പറയും. ശ്വാസം, വചനത്തിൻ്റെ അദൃശ്യമായ ചാലകശക്തി ശ്വാസമാണ്. ശ്വാസമില്ലെങ്കിൽ ഒരു വചനവുമില്ല, നമുക്കറിയാം. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവം ശ്വാസമൂതി എന്ന് പറയുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ മൂലഘടകം മനുഷ്യൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. അതുകൊണ്ടാണ് മനുഷ്യൻ പ്രത്യേകതയുള്ള ഒരു ജീവിയായി മാറിയത്. ആ പ്രത്യേകതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അവൻ്റെ ബോധമാണ്, അവബോധങ്ങളാണ്, കോൺഷ്യസ്നെസ്. അപ്പോൾ മൃഗങ്ങളെപ്പറ്റി നമ്മുടെ അറിവ് പരിമിതമാണ്. പക്ഷെ അറിയാവുന്നത് വെച്ച് പറയുമ്പോൾ അവയ്ക്ക് അവയുടെ ചുറ്റുമുള്ള പരിസര ബോധമുണ്ട്, അവരുടെ ശാരീരികമായ ആവശ്യങ്ങളെപ്പറ്റിയുള്ള ബോധങ്ങളുണ്ട്, അപകടം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും, അതിനുള്ള പോംവഴി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ദൂരെ എവിടെയെങ്കിലും ആഹാരം കിട്ടുമോ, അല്ലെങ്കിൽ ദൂരെ പോയാൽ കുറച്ചുകൂടെ മെച്ചമാകുമോ, അത് അറിയാൻ കഴിയും. എന്നാൽ ഇതിനപ്പുറത്തേക്ക് പോകുവാൻ മറ്റ് മൃഗങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആകാശത്തെ നോക്കി നക്ഷത്രമെണ്ണുന്ന ഒരു മൃഗത്തെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു ജനിച്ചപ്പോൾ ദൂരെയുള്ള വിദ്വാൻമാർ നക്ഷത്രം കണ്ടു, പക്ഷേ ഏതെങ്കിലും മൃഗം അത് കണ്ടതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. അപ്പോൾ മനുഷ്യന് ദൈവം ഈ പ്രത്യേകമായ ബോധം നൽകിയത്, അവബോധങ്ങൾ നൽകിയത് എന്തിനാണ്? ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇത് ഇനിയും ആകേണ്ട അവസ്ഥയിലേക്ക് കടന്നു ചെല്ലണം എന്നതാണ് ഈ അല്ലെങ്കിൽ അവബോധത്തിൻ്റെ പ്രവർത്തന മർമ്മം. ദ വർക്കിംഗ് ഡൈനാമിക് പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് is the urge to proceed from where we are to where we need to be. നാം ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശബ്ദവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വലിയ വിള്ളൽ, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വിള്ളൽ. അതുകൊണ്ടാണ് പ്രസംഗം അവസാനിക്കുമ്പോൾ യേശു പറയുന്നത്, ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവൻ മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ മാത്രമാണ് ബുദ്ധിയുള്ളവൻ. അവൻ മാത്രമാണ് മനുഷ്യനായിത്തീരുന്നത്. മനുഷ്യനാണെങ്കിൽ അവൻ ദൈവവചനത്തിൻ്റെ ഇഹലോക ആവിഷ്കാരമായിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ക്രിസ്ത്യാനികൾ പാടെ മറന്നുപോയൊരു യാഥാർത്ഥ്യം, വചനം ജഡമായിത്തീരുന്നത് യേശുവിൻ്റെ ജനനത്തിൽ മാത്രമല്ല, അത് ആദ്യം സംഭവിക്കുന്നത്
അതാദ്യം സംഭവിക്കുന്നത് ആദാമിൻ്റെ ഹവ്വായിൽ കൂടെയാണ്. കാരണം ജഡമെന്നത് ഈ ഭൗതികമായ ധാതു തലത്തിലുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽ റിസോഴ്സസ്. വചനമെന്നതിൻ്റെ ചാലകശക്തി ശ്വാസമാണ് എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ശ്വാസം അവനിലേക്ക് ഊതി. ദൈവത്തിൻ്റെ ശ്വാസം ജഡമായി തീരുന്നതിൽ കൂടെയാണ് ആദാമുണ്ടായത്. ദൈവത്തിൻ്റെ ശ്വാസം ജഡമായി തീർന്നതിൽ കൂടെയാണ് ആദാമുണ്ടായത്. ആ ദൈവത്തിൻ്റെ ശ്വാസമാണ് വചനം. ശ്വാസം എന്നത് പ്രവർത്തന ശക്തിയാണ്, ചാലകശക്തിയാണ്. ഇറ്റ് ഈസ് ദ ഡൈനാമിക് പ്രിൻസിപ്പിൾ ഓഫ് ബ്രിങ്ങിങ് എബൌട്ട് ബെനിഫിഷ്യൽ ചേഞ്ചസ്. ഇത് വേണ്ടതുപോലെ വളരെ വളരെ ധ്യാനിച്ച് ഗ്രഹിക്കേണ്ട ഒരു മർമ്മമാണ്. ഇതിൽ ബ്രഹ്മാണ്ഡം പോലെയുള്ള ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്നത് സകലത്തെയും ചലിപ്പിക്കുന്ന ചാലക ശക്തിയാണ്. അത് ഏതാണ്ട് ഒരു പരിധിവരെ ഗ്രീക്ക് ഫിലോസഫിയിൽ അരിസ്റ്റോട്ടിൽ അറിഞ്ഞിരുന്നു. പ്രൈമം മൊബീൽ, അതായത് എല്ലാറ്റിൻ്റെയും ചലനാത്മകത ആരംഭിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന ശക്തിയാണ് ദൈവം. പ്രാഥമികമായ ചലനാത്മകതയുടെ ഉറവിടമാണ് ദൈവം. ജീവൻ തന്നെ ചാലകശക്തിയാണ്. ഇറ്റ്സ് എ വൈറ്റൽ പ്രിൻസിപ്പിൾ, ഡൈനാമിക് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാഷയുടെ പരിമിതി കൊണ്ട് വേണ്ടതുപോലെ വ്യക്തമായി പ്രതിപാദിപ്പാൻ അധികം ആളുകൾക്ക് സാധ്യമല്ല, എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പല ആശയങ്ങളുണ്ടെങ്കിലും അത് വേണ്ട വ്യക്തത പോലെ നിങ്ങളിലേക്ക് പകരുന്നതിൽ ഞാൻ പ്രാപ്തനാണോ, അത് ഞാൻ വിജയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ സഹകരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായി ഇത് വെളിപ്പെട്ടു വരുമെന്നത് എൻ്റെ പ്രത്യാശയാണ്. അപ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതിൻ്റെ വചനം ജഡമായി തീർന്നു എന്നത് ആദ്യം സംഭവിച്ചത് യേശുവിൻ്റെ ജനനത്തിൽ കൂടെയല്ല, അത് ആദ്യ സൃഷ്ടിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവവചനം എന്ന് പറയുന്നത് മനുഷ്യരാണ്. അതുകൊണ്ടാണ് യേശു മനുഷ്യപുത്രനായി അവതരിച്ചത്. എന്നാൽ മനുഷ്യൻ ദൈവവചനമായി തീരുവാനുള്ള സാധ്യത, അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടു. അവൻ്റെ അവസ്ഥയും അവൻ്റെ സാധ്യതയും തമ്മിൽ വലിയ വിള്ളലുണ്ടായി. ഇതവൻ്റെ അവസ്ഥയാണെങ്കിൽ, ഇതവൻ്റെ സാധ്യതയാണെങ്കിൽ, ഇത് തമ്മിലൊരു വലിയ അന്തരമുണ്ടായി. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം വചനം ജഡമായി തീർന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വചനം എവിടെയും ജഡം എവിടെയുമാണ്. അതുകൊണ്ടാണ് വചനവും ജഡവും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ എപ്പോഴും സംഘർഷത്തിലാണ് എന്ന് നമുക്ക് തോന്നുന്നത്. എന്നാൽ അതേസമയം തന്നെ നാം പ്രത്യേകതയുള്ള സൃഷ്ടിയാണെന്നും മറ്റ് മൃഗങ്ങളെപ്പോലെ അല്ല എന്നും ദൈവികമായ ബോധമാണ് മനുഷ്യത്വത്തിൻ്റെ ഉള്ളിലെ വെളിച്ചമെന്നും ഒക്കെ നമുക്കറിയാം. മനുഷ്യൻ്റെ ആ നിയോഗം ദൈവികമായ വ്യക്തിത്വം പ്രാപിക്കുകയും അതിൻ്റെ വെളിച്ചം ഭൂമിയിലെമ്പാടും പരത്തുകയുമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു തലത്തിലേക്ക് വളരുവാൻ നാം എന്തുകൊണ്ടോ കൂട്ടാക്കുന്നില്ല. അത് അപ്രാപ്യമാണ്, അത് അസാധ്യമാണ് എന്ന് നാം മുൻവിധിയിൽ അത് എഴുതി തള്ളുകയാണ്. തൽഫലമായി സത്യസന്ധതയില്ലാതെ കപടഭക്തിയിൽ നമ്മുടെ നാളുകൾ കഴിച്ചു കൂട്ടുകയാണ്. അതുകൊണ്ട് നാം നമ്മോട് തന്നെ നീതി പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ഭാരം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നായിരിക്കേണ്ടത് പിളർന്നു പോവുകയും, ഇപ്പം നമുക്ക് രണ്ട് കാലുണ്ട്, ആ രണ്ട് കാലും ഒരുപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നടക്കാനൊക്കെ. എന്നാൽ ഒരു കാല് അതിനിഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു, മറ്റൊരു കാല് അതിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ നടക്കാനുള്ള ഭാരം എത്ര വലുതായിരിക്കും. അത് ഒന്ന് പരിഗണിക്കുമ്പോൾ, ലളിതമായ ഉദാഹരണമെങ്കിലും പരിഗണിക്കുമ്പോൾ, ഈ ഒരു വേർപെടൽ കൊണ്ട്, ഈ പിളർച്ച കൊണ്ട്, ഈ മുറിഞ്ഞ് മാറിപ്പോയതുകൊണ്ട്, വചനവും ജഡവും മാറിപ്പോയതുകൊണ്ട് മനുഷ്യാവസ്ഥയിൽ എന്ത് സംഭവിച്ചു, അതിൻ്റെ ഭാരം, ഭീകരത എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്തിൽ ദൈവവചനമായി ദൈവം വിഭാവന ചെയ്തത് കടലാസിൽ പ്രിൻ്റ് ചെയ്ത അക്ഷരങ്ങളല്ല,
ഒരിക്കലുമല്ല. ദൈവം തൻ്റെ വചനമായി വിഭാവന ചെയ്ത് സൃഷ്ടിച്ച ദൈവം എഴുതിയ ഒരു വേദപുസ്തകമുണ്ട്. അതിൻ്റെ പേര് മനുഷ്യനെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ പേര് മനുഷ്യത്വം എന്നാണ്. എന്നാൽ വ്യക്തികളിൽ മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ മനുഷ്യത്വം മരിച്ചു പോയിട്ട്, മനുഷ്യത്വം പിളർന്നു പോയിട്ട്, സ്ത്രീയുമായും പുരുഷനുമായി പിന്നെ ദ്വന്ദ്വയുദ്ധമായി, യാഥാർത്ഥ്യങ്ങൾ ആകെപ്പാടെ വികൃതമായിപ്പോയി, ഉദ്ദേശിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അവസ്ഥ സംജാതമായി. ഈ ഒരു അവസ്ഥയിൽ വചനം എന്ന് പറയുന്നതിൻ്റെ ആ സാധ്യത നന്നേ അസ്തമിച്ചു പോകുകയും ജഡം എന്ന് പറയുന്നത് മാത്രം പ്രാബല്യത്തിൽ വരികയും ചെയ്തപ്പോൾ ഈ വചനമെന്നത് മറ്റെവിടെയോ ആണ്, മനുഷ്യന് അതീതമാണ്, മനുഷ്യ സ്വഭാവവും ഇതുമായി യാതൊരു ബന്ധവുമില്ല, മനുഷ്യ സ്വഭാവവും ഇതും ശത്രുക്കളാണ്, അതുകൊണ്ട് വചനം കണ്ടാൽ മനുഷ്യന് പനി പിടിക്കും എന്നുള്ളൊരു ധാരണയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി എന്ന് പറയുമ്പോൾ ആ വെളിച്ചം വചനത്തിൻ്റെ അന്തസത്തയാണ്. ആ വെളിച്ചം ഉള്ളിൽ വഹിക്കുന്നവന് മാത്രമേ ദൈവവചനമായി ഭൂമിയിൽ വസിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യേശുവാണ്. അതുകൊണ്ടാണ് യേശുവിനെ വചനമായി ഗ്രീക്ക് ഫിലോസഫി കടമെടുത്താണെങ്കിലും, അതായത് ഹെരാക്ലൈറ്റസ് എന്ന് പറയുന്ന ക്രിസ്തുവിന് 6-ാം നൂറ്റാണ്ട് മുൻപ് ജീവിച്ച ആഥൻസിലെ ചിന്തകനായിരുന്ന ഹെറാക്ലൈറ്റസ്, അദ്ദേഹത്തിൻ്റെ ആശയമാണ് ലോഗോസ് എന്നുള്ള, ക്രിസ്ത്യാനിയുടെ വിചാരം ലോഗോസ് എന്നുള്ള ക്രിസ്ത്യാനിയുടെ ആശയമാണ്. ഇതെല്ലാം കടമെടുത്ത ആശയങ്ങളാണ്. അപ്പം ഈ ലോഗോസിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന് ഹെറാക്ലൈറ്റസ് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും പരസ്പരം ഘടിപ്പിക്കുകയും പൊരുത്തപ്പെടുത്തുകയും, ടു കണക്റ്റ് ആൻഡ് ടു ഹാർമണൈസ്, ആ പ്രിൻസിപ്പിളാണ് ഈ വചനം, ഈ ലോഗോസ് എന്ന് പറയുന്നത്. അതിനെ റീസൺ അല്ലെങ്കിൽ യുക്തിയായും പിന്നെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന് തീയുമായി ബന്ധമുണ്ട്. കാരണം ഹെറാക്ലൈറ്റസ് തന്നെ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും എസെൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് അഗ്നിയാണ്. ഫയർ ഈസ് ദ എസെൻസ് ഓഫ് എവറിത്തിങ്. അത് പല സംസ്കാരങ്ങളിൽ പല വിധത്തിൽ ഇതിനെ മനസ്സിലാക്കുന്നുണ്ട്. വെള്ളമാണെന്ന് പറയുന്നവർ, വായുവാണെന്ന് പറയുന്നവർ, എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം, അതായത് വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് മനുഷ്യന് ദൈവം വിഭാവന ചെയ്തത്. അതുകൊണ്ടാണ് മനുഷ്യനെ ഇപ്രകാരം സൃഷ്ടിച്ച് അവൻ്റെ ശ്വാസമൂതി അവനൊരു ജീവിക്കുന്ന ദേഹിയായി തീർന്നു. അതാണ് ദൈവവചനം. ആ ഒരു അവസ്ഥയിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിത്തീരും. ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈശോ നിങ്ങളുടെ ഉത്തരം എപ്പോഴും ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാകട്ടെ. ആ പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ അവതരിപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടെ സാധ്യമാകുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ ഉത്തരങ്ങൾ ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാകട്ടെ. കാരണം നീ പറയുന്നതും ഈ ഉവ്വ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ നാവ് കൊണ്ട് ഉവ്വ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി കൊണ്ടും ഉവ്വ് എന്ന് പറയണം. അല്ല, നാവ് കൊണ്ട് ഉവ്വ് എന്ന് പറഞ്ഞിട്ട് പ്രവൃത്തി കൊണ്ട് ഇല്ല എന്നാകരുത്. അത് മനുഷ്യൻ്റെ മിടുക്കാണ്. മനുഷ്യൻ്റെ സാർവലൗകികമായ സ്വഭാവം അധരം കൊണ്ട് ഉവ്വ് എന്ന് പറയും, പ്രവൃത്തി കൊണ്ട് ഇല്ല എന്ന് പറയുകയും ചെയ്യും. അത് മനസ്സിലാക്കിയിട്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ആധികാരികമായ ആത്മീയ വ്യക്തിത്വം പ്രാപിക്കുന്നു എന്നതിൻ്റെ തെളിവ് നിങ്ങളുടെ പ്രതികരണം ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കും. കാരണം ശബ്ദവും പ്രവൃത്തിയും ഒന്നായിത്തീരുന്ന ആധികാരികതയാണ് ആത്മീയ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യവും പുഷ്ടിയും അതിൻ്റെ ഇഫക്റ്റും. ഇനിയും വ്യക്തിത്വം എന്ന ആശയം
നമ്മൾ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവം എന്ന ആശയം നാം പരിഗണിക്കുമ്പോൾ, അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അവിടെയും ഈ ആശയം വളരെ വളരെ പ്രാധാന്യത്തോടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളോടുണ്ടാകേണ്ട ഒരു സ്വാധീനമുണ്ട്, an impact on the world around. വചനം എവിടെയൊക്കെ ക്രിയ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം അതിൻ്റേതായ ഒരു സ്വാധീനം. wherever the word of God is real, is operative, there will be a redemptive influence. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ രണ്ട് പ്രസ്താവനകൾ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനാണ് ദൈവവചനം എന്ന ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ച ഈ ആശയം അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമുക്ക് ആ ഭാഗങ്ങൾ നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധ്യമല്ല, അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം എന്നത് വേദപുസ്തകമല്ല, അത് മനുഷ്യനാണ്. പക്ഷേ ആ ദൈവവചനമെന്ന് പറയുന്ന മാനദണ്ഡത്തിൽ എത്തിച്ചേരുവാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അവിടെ മനുഷ്യൻ എത്തിച്ചേരുവാനുള്ള മാർഗം യേശുവാണ്. കാരണം അവനിൽ വാക്കും പ്രവൃത്തിയും ഒന്നാണ്. വചനം ജഡമായി തീർന്നു, അത് കൃപയും സത്യവും നമ്മുടെ ഇടയിൽ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ ആ ഒരു യാഥാർത്ഥ്യത്തെ മറ്റുള്ളവർ അനുഭവത്തിൽ കൂടെ അറിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നാം വചനത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എന്നതിൻ്റെ തെളിവെന്താണ്? നമുക്ക് ചുറ്റുമുള്ളവർ അത് അനുഭവത്തിൽ അറിയുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം അത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ഈ ലോകത്തിൽ ദൈവവചനം എന്ന് പറയുന്ന സങ്കല്പം അനുഭവവേദ്യമാകുകയുള്ളൂ. അല്ലാതെ ഏതെല്ലാം ആശയങ്ങൾ കടലാസിൽ പ്രിൻ്റ് ചെയ്ത് നല്ല തോലുകൊണ്ട് ബൈൻഡ് ചെയ്ത് ഗിൽറ്റ് അക്ഷരങ്ങൾ എഴുതി വെച്ചാലും 66 പുസ്തകമല്ല 6000 പുസ്തകങ്ങളുള്ള വേദോസം ഉണ്ടാക്കിയാലും അത് ദൈവവചനമാകയില്ല. എന്നാൽ മനുഷ്യൻ ദൈവവചനമായി വളരുന്നതിന് വേണ്ടി ലിഖിതമായ ഈ വേദപുസ്തകം നമ്മെ സഹായിക്കും. പക്ഷേ അത് സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ പഠിപ്പീരുകളനുസരിച്ച് വേദപുസ്തകത്തിൽ അങ്ങുമിങ്ങും ചിതറിക്കിടക്കുന്ന ആത്മീയമായ ദർശനവും അതിനോടനുബന്ധമായ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ സത്യസന്ധമായി പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അവർ യേശുവിനെ പോലെ ആകുകയും വചനം ജഡമായി തീർന്നു എന്ന ആ ഒരു തത്വത്തിലേക്ക് മനുഷ്യൻ്റെ ആ വ്യക്തിത്വം വളരുവാൻ, ആധികാരികത പാലിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും ദൈവവചനങ്ങളായി മാറുകയാണ്. അതല്ലാതെ മറ്റ് യാതൊരു ദൈവവചനവുമില്ല. അല്ലാതെ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നവർ വേണ്ടതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവില്ലാത്തവരാണ്. ഈ പ്രിൻ്റ് ചെയ്ത പുസ്തകം ദൈവവചനമാണെന്നും പറഞ്ഞ് അത് സംബന്ധമായ കുറേ അന്ധവിശ്വാസങ്ങളും പരത്തി 2000 വർഷം ഈ പണിയൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ദൈവവചനം പ്രസംഗിച്ച് നമ്മുടെ കാതൊക്കെ തഴമ്പിച്ചിരിക്കുക. അത് കേട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അതേസമയം ദൈവവചനം എന്ന ആശയത്തെ ഞാനിപ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിവക്ഷിച്ചതുപോലെ, അതായത് മനുഷ്യനാണ് ദൈവവചനം. അവൻ്റെ ജീവിതം വാചാലമായി സംസാരിക്കുമ്പോൾ അതിനോട് നിസ്സംഗത പാലിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവൻ ജീവൻ്റെ വചനമായി മനുഷ്യരിൽ പാർത്തതുകൊണ്ട് ഉണ്ടായ വലിയ മാറ്റങ്ങൾ, വിടുതലുകൾ, വ്യക്തികൾ അനുഭവിച്ച പ്രചോദനങ്ങൾ, രോഗശാന്തി അതിലൊരു ഭാഗം മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ വന്ന വലിയ രൂപാന്തരങ്ങളാണ്. ഇപ്പോൾ ശിമോനെയും അവൻ്റെ സഹോദരനെ അന്ത്രയോസിനെയും യേശു സംബോധന ചെയ്യുമ്പോൾ, എന്നെ അനുഗമിക്കാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നാം ഈ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തോടുള്ള നമ്മുടെ സ്വാധീനം, our impact on the world around will be
റാഡിക്കലി ഡിഫറെൻറ്റ്, സമൂലമായ പരിവർത്തനമുണ്ടാകുകയാണ്. അതിന് ശേഷിയില്ലാത്ത ഒന്നും ദൈവവചനമാണെന്ന് പറഞ്ഞ് ദൈവവചനം എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ കൊച്ചാക്കി കളയരുത്. ഒരു പുസ്തകം കക്ഷത്തിൽ എടുത്തുകൊണ്ട് നടന്ന ദൈവവചനം കൊണ്ട് നടക്കുന്ന ദൈവദാസൻ എന്നൊക്കെ പറഞ്ഞ് ഭാഷയുടെ അർത്ഥം പോലും നശിപ്പിച്ച് കള്ളന്മാർക്ക് ഇഷ്ടം പോലെ ഊടാടി നടക്കാനുള്ള വേദിയാക്കി ഇതിനെ അധപ്പതിപ്പിച്ചത് കൊണ്ടാണ് അതിലടങ്ങിയിരിക്കുന്ന അപകടവും അസത്യവും തിരിച്ചറിയണം എന്നപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സംരംഭത്തിന് ഉരുമ്പെട്ടത്. ഈ ആശയങ്ങൾ ഞാൻ വീണ്ടും പറയട്ടെ, ഈ ആശയങ്ങൾ വേണ്ടതുപോലെ വ്യക്തമായും ശക്തമായും നിങ്ങളെ അറിയിക്കുവാനുള്ള ഭാഷ ശൈലിയോ ശക്തിയോ കഴിവോ എനിക്കില്ല. എന്നാൽ ഈ ആശയങ്ങൾ വളരെ വ്യക്തമായി എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതിനെ 100% വിശ്വസിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ധൈര്യത്തോടെ എൻ്റെ പരിമിതികളെപ്പറ്റി നല്ല ബോധ്യമുണ്ടായിട്ടും നിങ്ങളുമായത് പങ്കിടുവാൻ ഞാൻ ധൈര്യം കാണിച്ചത്. നിങ്ങൾ മനസ്സലിവോടുകൂടെ എൻ്റെ പരിമിതികളെ അവഗണിച്ച് അല്ലെങ്കിൽ അതിജീവിച്ച് ഈ ഒരു ചിന്താസരണിയിൽ പങ്കെടുത്ത് ഇതിൻ്റെ ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കും എന്ന പ്രത്യാശയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.